നമസ്കാരം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് പ്രശാന്ത് മോഹൻ. മലയാളം ഉൾപ്പെടെ നിരവധി ചലച്ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച അദ്ദേഹം വളർന്നുവരുന്ന യുവ സംഗീതജ്ഞർക്ക് ഒരു പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും ഒപ്പം സംഗീത വിശേഷങ്ങളുമായി അല്പനേരം അദ്ദേഹത്തോടൊപ്പം നമുക്ക് ചെലവഴിക്കാം. നമസ്കാരം പ്രശാന്ത്. ഹായ്. ഈ സിനിമയുടെ പേര് വ്യത്യസ്തമായൊരു പേരാണ്, ഒരു സ്മാർട്ട് ഫോൺ പ്രണയം. പലതരത്തിലുള്ള പ്രണയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ പ്രണയത്തിലെ സംഗീതം എങ്ങനെയായിരിക്കും? സ്മാർട്ട് ഫോൺ പ്രണയത്തിൽ എനിക്ക് ശരിക്കും 2 പാട്ടുകളാണുള്ളത് ഞാൻ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതിൽ ലിറിക് ചെയ്തിട്ടുള്ളത് ഡയറക്ടറായിട്ടാണ്, ചാൾസ് സാർ തന്നെയാണ്. പാടിയിട്ടുള്ളത് വിനീത് ശ്രീനിവാസൻ ചേട്ടൻ, പിന്നെ നമ്മളെ ആരതിപ്പൊടി ചേച്ചി, പിന്നെ മൃദുല വാര്യർ, ശ്രീകാന്ത് ഹരിഹർ. അപ്പോൾ ഈ പാട്ടുകൾ, ഇതിലെ പാട്ടുകളെല്ലാം ഒരു ലവ് ട്രാക്കാണ്. 2ഉം പ്രണയഗാനങ്ങൾ തന്നെയാണ്. പിന്നെ ഒരു പുറത്തുള്ള ഒരു ഡയറക്ടർ, അതായത് പുള്ളി ഡയറക്ടർ യൂസാണ്. അപ്പോൾ പുള്ളിയായിട്ട് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാതെ ഫോൺ ത്രൂ വീഡിയോ കോളിലൂടെയൊക്കെ ചെയ്തൊരു, അതെനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളിപ്പോഴും ഡയറക്ടറായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാവും, പക്ഷേ ആദ്യമായിട്ടൊരു കോണ്ടാക്ട്ലെസ് ആയിട്ട് കമ്പോസ് ചെയ്ത പാട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞ പോലെ തന്നെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന സിനിമയിൽ ഉൾക്കൊള്ളിച്ചുള്ള സിനിമകളെല്ലാം തന്നെ നിരന്തരമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനിലൂടെ, പരസ്പര ധാരണയിലൂടെ ഇരുന്ന് സംഗീതജ്ഞരും സംവിധായകരും എല്ലാം കൂടി ഇരുന്ന് കൂടിയാലോചിച്ച് മാറ്റങ്ങൾ വരുത്തി ആ ഒരു രീതിയിലായിരുന്നു മലയാള സിനിമയിൽ ഏത് സിനിമയിൽ ഗാനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഫോണിലൂടെ കേട്ടു, അതനുസരിച്ച് ലിറിക്സ് എഴുതി സംഗീതം ചെയ്തു. അപ്പോൾ ആ ഒരു സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം എത്രമാത്രം സഹായകമാണ്? സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം ഭയങ്കര രീതിയിൽ സഹായിക്കുന്നുണ്ട്, ഇല്ലാന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ആസ് എ മ്യൂസിഷ്യൻ എനിക്കെപ്പോഴും കംഫർട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഡയറക്ടറിനോടൊപ്പം ഞാൻ ഈ മൂവി വർക്ക് ചെയ്ത് എനിക്ക് അത്രയും കംഫർട്ടായിരുന്നില്ല എന്നല്ല, പക്ഷേ നമ്മളൊരു ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ആ ഡയറക്ടറിനുള്ളിലുള്ള കാര്യങ്ങൾ ഫുള്ള് നേരിട്ടിരുന്ന് കേട്ട് കമ്പോസ് ചെയ്ത് കമ്പോസിങ്ങിനൊപ്പം ലിറിക്സസ് വരുന്നത് ചെയ്യുമ്പോൾ അതിനൊരു എപ്പോഴും ഒരു റിസൾട്ടും ഹെവിയാണ്, പ്ലസ് അതിൻ്റെ ഒരു കംഫർട്ട് സോണും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മൂവി സ്ട്രാറ്റജീസിൽ പറഞ്ഞ പോലെ നമ്മൾ കാലം വളർന്നതനുസരിച്ച് നമ്മളതനുസരിച്ച് ഡെവലപ്പ് ആവണമല്ലോ. ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ അമേരിക്കയിൽ പോയി അവിടെ നിന്ന് കമ്പോസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സാറിന് എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് അത് അങ്ങനെ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പാട്ടുകൾക്ക് വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നുമില്ല, എങ്കിലും അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഇല്ല, ക്വാളിറ്റി കോംപ്രമൈസ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡയറക്ടറായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാകുന്ന തന്നെ ബാക്കി ഒരു ട്യൂൺ ഫൈനലൈസിങ്, ഫൈനൽ ലിറിക് സെഷൻസ് കാര്യങ്ങൾ, പിന്നെ റെക്കോർഡിംഗ് സെഷനൊക്കെ സാറ് വന്നിരുന്നു, ഓൾറെഡി ഡയറക്ടർ സാർ ഇവിടെ വന്നിരുന്നു. അപ്പം നോർമലി എൻ്റെ പാട്ടുകൾ എല്ലാ പാട്ടുകളും പോലെ തന്നെയാണ്, അതിലൊരു ക്വാളിറ്റി കോംപ്രമൈസ് ഒരു സ്ഥലത്തും വന്നിട്ടില്ല. ഡയറക്ടറുമായിട്ടൊരു ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യങ് ജനറേഷൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ മ്യൂസിക് എന്താണ്? യങ് ജനറേഷൻ ആഗ്രഹിക്കുന്ന മ്യൂസിക് ഇപ്പോഴത്തെ ഞാനിപ്പോൾ ഇപ്പോഴത്തെ ഒരു മ്യൂസിക് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ ദിവസം പുതിയ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം പുതിയ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനും മേലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് സൊസൈറ്റി. ഞാൻ ഒരു സമയത്ത് ഈ പാട്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പാട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കാര്യമില്ല. അപ്പം നമ്മൾ ഓരോ ദിവസം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസം നമ്മൾ പുതിയ കാര്യങ്ങൾ, പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. കാര്യം ഒരു പാട്ടും ഇന്ന് നിൽക്കുന്നില്ല. അപ്പം ഈ സൺഡേ ഒരു പാട്ടിറങ്ങി, അടുത്ത സൺഡേ ഒരു പാട്ടിറങ്ങി കഴിഞ്ഞാൽ ഇത് ബെറ്റർ ആണെങ്കിൽ ആ ട്രെൻഡിനൊപ്പം പോവാണ്. അപ്പം യങ് ജനറേഷന് എന്താണോ നമ്മൾ ബാക്കിയുള്ള മ്യൂസീഷ്യൻസ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ്. എങ്കിലും ഈ പറഞ്ഞ പോലെ പഴയകാല മെലഡീസ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒരു നിലനിൽപ്പ് ഇന്ന് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു ട്രെൻഡ് സെറ്റർ എപ്പോഴും അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ ഒരു എക്സസൻസ് ഉള്ളൂ. അതെ, ഇപ്പം നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഞാനെന്നല്ല ഏതൊരു മ്യൂസിക് ഡയറക്ടറിനായാലും നമുക്ക് വ്യക്തിപരമായ ഫ്രീഡങ്ങൾ കുറവാണ്. ഇപ്പം ചേട്ടൻ ഒരു ഡയറക്ടർ ആണെങ്കിൽ ചേട്ടൻ ആവശ്യപ്പെടുന്ന ഒരു കണ്ടന്റ് എനിക്ക് തരാൻ പറ്റും. അപ്പം അതിന് മേളായാലും അതിന് താഴെ ആയാലും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു കണ്ടന്റ് ഞാൻ തന്നിട്ട് കാര്യമില്ല. ചിലപ്പം ചേട്ടൻ ആവശ്യപ്പെടുന്നതിനേക്കാളും രസമുള്ളൊരു കണ്ടന്റ് ഞാൻ വേറെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അർത്ഥമില്ല. അപ്പം ആസ് എ ഡയറക്ടർ, ഒരു ഡയറക്ടർ ആവശ്യപ്പെടുന്ന പാട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അത് പബ്ലിക് അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളത് നമുക്ക്
നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലി ഭംഗിയായിട്ട് ചെയ്യുക, നമ്മളത് എക്സ്പെക്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. എക്സ്പെക്ട് ചെയ്യാതിരിക്കുക, ചെയ്യുക. സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ബാക്കി ഇപ്പൊ അത് ഹിറ്റ് ആവുമോ ഹിറ്റ് ആവില്ല എന്നുള്ളൊരു പ്രഡിക്ഷൻ നമ്മൾ ഒരിക്കലും ഉള്ളു വെക്കാതിരിക്കും. നമ്മൾ ഹിറ്റ് ആവും എന്ന് പ്രതീക്ഷിച്ചിറക്കുന്ന സാധനങ്ങൾ ചിലപ്പം എത്തത്തില്ല. ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ ഫാസ്റ്റ് ആയിട്ടൊക്കെ ചെയ്തിറക്കുന്ന ട്രാക്സ് ആയിരിക്കും ആൾക്കാർ കൂടുതൽ എൻജോയ് ചെയ്യും. അപ്പൊ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ നമ്മളൊരു കണ്ടന്റ് ചെയ്തിട്ട് അത് നാളെ ഹിറ്റ് ആവും എന്ന് പറഞ്ഞ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമ്മൾ ചെയ്യുന്ന ജോലി ഭംഗിയായിട്ട് ചെയ്യുക, അതിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുക എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ ചെയ്തിട്ടുള്ള ഏറ്റവും ഇഷ്ടം തോന്നിയത് സിനിമ ഇപ്പം ഗാനം ഏതാണ്? ഇത്രയും ടോട്ടലി നോക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഉണ്ണിമേന സാറിനോട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ണിമേന സാറിനോട് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടാണ്, ഭയങ്കര ഇഷ്ടമാണ്. വിനീതേട്ടനോട് വർക്ക് ചെയ്യുന്ന പാട്ടുകളൊക്കെ ഒരു സ്പെഷ്യൽ ഇഷ്ടമാണ്. ചെയ്യുന്ന എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് എന്റെ ഇഷ്ടത്തിനല്ലല്ലോ നമ്മൾ പാട്ട് ചെയ്യുക. ഫോർ ദ ഡയറക്ടർ. സ്വയം തോന്നിയ ഗാനങ്ങള് കുറെ ഉണ്ട്. അതിലെനിക്ക് ഞാൻ പട്ടം വന്നൊരു മൂവ് ചെയ്തിരുന്നു. അതിൽ ഉണ്ണിമേനോ സാർ പാടിയൊരു പാട്ട് വെയിലും ചുംബനങ്ങൾ എന്നിട്ടൊരു പാട്ട് എനിക്ക് ഒരു ഫേവറേറ്റ് സോങ്ങാണ്. പിന്നെ വിനീതേട്ടൻ പാടിയ അന്നു നീ നടന്നക അന്നാന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, അതും ഭയങ്കര ഫേവറേറ്റ്. ഹരിശങ്കർ ഏട്ടൻ പാടിയൊരു അച്ഛനെ പറ്റിയൊരു പാട്ടുണ്ട്. അങ്ങനെ കുറെ ഫേവറേറ്റ്സ് ഉണ്ട്. പാടാറുണ്ട്. മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ, മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ, മമ സഖി നീ എന്ന് വന്നു ചേരും, മമ സഖി നീ എന്ന് വന്നു ചേരും, മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ, മമ സഖി നീ എന്ന് വന്നു ചേരും, ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചോടിക്കുവാൻ, ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂടാൻ. ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരു പാട്ടാണ്. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീതജ്ഞൻ? ഗുരുവായി കാണുന്നത് അല്ലെങ്കിൽ ആ രീതിയിലാണെങ്കിൽ? ഗുരുവായി കാണാൻ എനിക്ക് ഞാനൊരു ബേസിക്കലി ഞാനൊരു വിദ്യാജി ഫാനാണ്. വിദ്യാജിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ഇപ്പോഴത്തെ മ്യൂസിഷ്യൻസിൽ എനിക്ക് എം ജയചന്ദ്ര സാർ എൻ്റെ മ്യൂസിക്കിൽ സാർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. പിന്നെ എം ബി ശ്രീനിവാസ് സാറ്, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. പിന്നെ ദീപക് ഏട്ടൻ. കുടുംബ പശ്ചാത്തലത്തിലേക്ക് പോവാം, വീട്ടിലേക്ക് പോവാം. എവിടെയാണ് വീട്ടിലെ സംഗീതം? വീട്ടില് അമ്മ പാടും. അപ്പം അങ്ങനെയാണ് ഞാൻ മ്യൂസിക്കിലോട്ട് വന്നത്. പിന്നെ അച്ഛൻ, അമ്മ, അനിയത്തി ആണ് എൻ്റെ ഫാമിലി. പിന്നെ കല്യാണം കഴിഞ്ഞു. വൈഫിൻ്റെ പേര് ആൻസി എന്നാണ്. വൈഫ് ഇപ്പോൾ കർണാടക മ്യൂസിക്കിൽ PG കഴിഞ്ഞ് ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മോനുണ്ട് ധ്യാൻ, 4 വയസ്സ്. പിന്നെ അച്ഛനും അമ്മയും ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. അനിയത്തി ഡോക്ടറാണ്. അനിയത്തിൻ്റെ മാരേജ് കഴിഞ്ഞു. അളിയനും ഡോക്ടറാണ്. വൈഫിന്റെ സപ്പോർട്ട് കമ്പോസിംഗ് ഉണ്ടാവാറുണ്ട്? വൈഫിന്റെ സപ്പോർട്ട് ഞാൻ എപ്പോഴും ട്യൂൺ ചെയ്ത് ഫസ്റ്റ് കേൾപ്പിക്കുന്ന ആളെയാണ്. അവളുടെ സജഷൻസ് ആണ് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറ്. നല്ലതാണെന്ന് പറയും, മോശമാണെങ്കിൽ മോശമാണെന്ന് പറയും. അതെപ്പോഴും ഒരു ഭയങ്കര സപ്പോർട്ടാണ്. ഇനി അങ്ങോട്ട് ഇനിയിപ്പം അപ്കമിങ് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തമിഴ് പ്രൊജക്റ്റ് കാർത്തിക് സാറിലേക്ക് സത്യപ്രകാശ് പുള്ളിയാണ് അത് പാടിയേക്കണം. അതൊരു പ്രതീക്ഷയുള്ളൊരു ആണ്. പിന്നെ പോരെന്ന് പറഞ്ഞൊരു മൂവി ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കമ്പോസിങ് കാര്യങ്ങൾ അത് ശ്യാം മംഗലത്ത് എന്നൊരു ചേട്ടനാണ് എൻ്റെ ഡയറക്ടർ. പിന്നെ കല്ലാമൂലം എന്നൊരു മൂവി ഇപ്പം റിലീസുണ്ട് മെയ്യിൽ. പിന്നെ ഈ സ്മാർട്ട് ഫോൺ പ്രണയം റിലീസുണ്ട്. മെയ്യിൽ 2 മൂവി റിലീസുണ്ട്. അപ്പോൾ നമ്മളൊപ്പം ഇത്രയും സമയം, തങ്ങളുടെ വിലപ്പെട്ട സമയം നമുക്ക് ചെലവഴിച്ചത് വളരെ ഗ്രൂമിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന, വളരെ അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവിക്ക് എല്ലാവിധ ആശംസകളും ഒപ്പം ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു.